കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തനായ സൈബർ പോരാളി അബു അരീക്കോട് മരണപ്പെട്ടിട്ട് ഇന്ന് 2 ദിവസം. ഞാനും മരണപ്പെട്ട അബുവിനെ കുറിച്ച് പറയാനൊന്നല്ല വന്നത്. അയാൾ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണത്തിൽ ഒരു കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല. അയാൾ മരണപ്പെട്ട ശേഷം ഒരുപാട് ആളുകൾ കണ്ടു, ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഒന്ന് സഖാവേ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എത്തുമായിരുന്നില്ലേ, ഞാൻ താങ്ങുമായിരുന്നില്ലേ, എൻ്റെ കൈത്താങ്ങ് നിനക്ക് കിട്ടുമായിരുന്നില്ലേ. സൈബർ പോരാളി അബു മരണപ്പെടുന്നതിന് മുൻപ് പാർട്ടിക്ക്, ഒരു കേരള സംസ്ഥാനം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തനായൊരു സൈബർ പോരാളി മരണപ്പെടുമ്പോൾ അയാൾ ഒറ്റ സുഹൃത്തുക്കൾ വരെ ഉണ്ടാവും അല്ലേ. അയാൾ പല പ്രതിസന്ധികളിലും, പല പ്രശ്നത്തിലും, പല സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ടിലും നിൽക്കുമ്പോൾ അയാളുടെ ചങ്കും കരളായി നടന്നവർ വരെ ഉണ്ടാവും. മരണപ്പെട്ട ശേഷമല്ല ഒരാളെ സഹായിക്കേണ്ടതും, ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഒന്ന് ഓർമ്മിപ്പിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് സഹതാപം പറയുന്ന അവസ്ഥയല്ല വരുത്തേണ്ടത്. അയാൾ ബുദ്ധിമുട്ടുമ്പോൾ ഒരുപാട് മനുഷ്യരുണ്ട് ഇങ്ങനെ പല പ്രശ്നങ്ങളിലും, പല പ്രയാസങ്ങളിലും, പല ബുദ്ധിമുട്ടുകളിലായി നിൽക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്ന് താങ്ങുണ്ടെങ്കിൽ, ഒന്ന് തോളിൽ കൈവച്ച് ഞാനുണ്ടടാ നിനക്ക് എന്ന് പറയാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നവർ. അങ്ങനെ ഇല്ലാതെ ആകുമ്പോഴാണ്, അങ്ങനെ പ്രതിസന്ധികളിൽ പറ്റ തരണം ചെയ്യാൻ കഴിയാതെ, തന്നെ കൊണ്ട് കഴിയാതെ ആവുന്ന അവസ്ഥ വരുമ്പോഴാണ് ഇതുപോലുള്ള ആളുകളൊക്കെ, കരുത്തനായ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന അബുവിന് പോലും ആത്മഹത്യ ചെയ്യേണ്ട ഗതി വന്നിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര മനുഷ്യരുണ്ടാവും നമ്മുടെ ഈ സമൂഹത്തിൽ, ഈ കേരള സംസ്ഥാനത്ത് എത്ര ആളുകളുണ്ടാവുമല്ലേ. എനിക്കൊരു കൈത്താങ്ങുണ്ടായിരുന്നെങ്കിൽ, എന്നെ ഒന്ന് സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരുപാട് ആളുകൾ. ഇതാണ് മനുഷ്യരെല്ലാവരും. ആരുമില്ലാതാവുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ, മനസ്സമാധാനം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ പിന്നെയുള്ള അവരുടെ ആശയങ്ങൾ ഒരുപാട്, അവർ പലവിധം കെണിഞ്ഞു നോക്കും. ഇതിൽ നിന്നും കരകയറാൻ പറ്റുമോ? കരകയറാൻ പറ്റാതെ അങ്ങേത്തല അങ്ങോട്ടെത്തുമ്പോഴാണ് മനുഷ്യൻ്റെ മനസ്സങ്ങ് മാറി പലരും ആത്മഹത്യയിലേക്കും, ചില ആളുകളുടെ ചെയ്യാനുള്ള മനസ്സില്ലാതെ ഇരുന്നിട്ട് അവരുടെ ബുദ്ധിയൊക്കെ നശിച്ച് മാനസികമായിട്ട് അവർ തകരും. ചിലർക്ക് ശക്തി ഉണ്ടാകും, കഴിവുണ്ടാവും, അതിനെ പ്രതിരോധിക്കാനുള്ള ആർജവും ഉണ്ടാവും. പക്ഷെ ഒന്നിനും കഴിയാത്തവരെന്താ ചെയ്യാന്നോ? തല വരെ ഞാൻ നോക്കും, എന്നിട്ടും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ചെയ്യുന്നതാണ് ആത്മഹത്യ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പക്ഷേ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ മനസ്സ് വരുന്നതിന് മുൻപ് ഞാനും നിങ്ങളൊക്കെ അല്ലേ ഈ സമൂഹത്തിലുണ്ടായിട്ട് ഒന്ന് കൈ പിടിച്ചിരുന്നെങ്കിൽ, ഞാനുണ്ടട നിനക്ക് എന്ന് അയാൾ മരണപ്പെടുന്നതിന് മുൻപ് പറഞ്ഞിരുന്നെങ്കിൽ, അയാൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നാ ചെറുപ്പക്കാരൻ ഈ ഭൂമിയിലുണ്ടാവും. ഒരാൾ മരണപ്പെട്ട ശേഷമല്ല അയാൾക്ക് ഞാനുണ്ട്, നിനക്ക് ഞാനുണ്ടായിരുന്നു, നീ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയേണ്ടത്. അയാൾ മരണപ്പെടുന്നതിന് മുൻപ് അയാൾക്കൊരു താങ്ങ് കൊടുക്കണം. ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിലും അങ്ങേത്തല എത്തുന്നതിന് മുൻപ് മരണപ്പെട്ടിട്ട് പറയുന്ന ഞാനുണ്ടടാ നിനക്ക് എന്ന് പറയുന്നത് പറയാതെ നിൽക്കാതെ, മരണപ്പെടുന്നതിന് മുൻപ് ഒരു കൈത്താങ്ങ് കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആ ചെറുപ്പക്കാരന് ഖബറിൽ എല്ലാ പാപങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ. ആത്മഹത്യ ചെയ്തത് പടച്ചറപ്പ്, അതും പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല.